അപ്പോൾ ഫൈബ്രോയിഡ്സ് വിത്ത് പ്രഗ്നൻസി ആണ് ചിലപ്പോൾ അബോർഷനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്ന സ്ഥലത്താണ് ഈ പ്രഗ്നൻസി ഇപ്പോൾ ഇംപ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ അത് അബോർഷനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ പ്രഗ്നൻസി ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പെയിൻ ഉണ്ടാകും. ഈ ഫൈബ്രോയിഡിൻ്റെ സ്ഥലത്ത് അതിശക്തമായ വയറുവേദന ഉണ്ടാകും. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ ഡീജനറേഷൻ എന്നാണ് പറഞ്ഞാൽ റെഡ് ഡീജനറേഷൻ ഒരു ചേഞ്ചസ് സാധാരണ ഫൈബ്രോയിഡിനകത്ത് കാണാറുണ്ട്. ഈ പ്രഗ്നൻസി നമ്മൾ ചിലപ്പോൾ 7 മാസം 8 മാസം ആകുമ്പോൾ പെട്ടെന്നൊരു ഭയങ്കര ഒരു പ്രീ ടൈം പെയിൻ, അത് നേരത്തെയുള്ള പ്രസവം ഇങ്ങനെയുള്ള പേഷ്യൻസിന് നടക്കാറുണ്ട്. അടുത്തൊരു കോംപ്ലിക്കേഷൻ പ്ലാസൻ്റൽ അബ്രഷൻ. അപ്പോൾ ഈ ഫൈബ്രോയിഡ് പ്ലാസൻ്റയുടെ ഏരിയയിലേക്കാണ് അറ്റാച്ച് ചെയ്തെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് പെയിനൊക്കെ വരുമ്പോൾ ഈ പ്ലാസൻ്റ നേരത്തെ യൂട്രസിൽ നിന്ന് വേർപെട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ അബ്രഷ്യ പ്ലാസൻ്റ എന്നാണ് പറയുന്നത്. നമ്മുടെ ബേബിയുടെ പൊസിഷൻ തല താഴെയും മറ്റേ ഉടൽഭാഗവും കാൽഭാഗവും ഒക്കെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഫൈബ്രോയിഡ്സ് വന്നാൽ മാൽ പ്രസൻറ്റേഷൻ, അതായത് ഈ പ്രഗ്നൻസിയിൽ ബേബിയുടെ പൊസിഷനിൽ ഒത്തിരി ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ വിലങ്ങനെ കിടക്കാം, ചിലപ്പോൾ ബ്രീത്ത് പ്രസൻറ്റേഷൻ, അങ്ങനെയുള്ള പ്രസൻറ്റേഷനൊക്കെ ഈ പ്രഗ്നൻസി വിത്ത് ഫൈബ്രോയിഡ്സ് കൂടുതലായിട്ട് കാണാറുണ്ട്.